ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ആര്യന്റെയും ജിസേലിന്റെയും അമ്മമാര് ഹൗസിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം അവരുടെ ബന്ധത്തെ പറ്റിയുള്ള ചർച്ചകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ബർ ആരുടെയെങ്കിലും കൂടി ഇരിക്കുമ്പോൾ ഒനീലിന്റെ കുറ്റം പറയും. അതേപോലെ തന്നെ തിരിച്ചും ഒനീൽ വേറെ ആരുടെയും കൂടി ഇരിക്കുമ്പോൾ ഷാനവാസിന്റെ കൂടെയോ അല്ലെങ്കിൽ സാബ്മാന്റെ കൂടെയോ നെവിന്റെ കൂടെയോ അവരിൽ ഇരിക്കുമ്പോൾ അക്ബറിന്റെ കുറ്റം പറയും. അതേപോലെ തന്നെ തിരിച്ചും. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ പറയുന്ന കുറ്റം ആരുടെയാണ്? ജിസേലിന്റെയും ആര്യന്റെയും. അതേപോലെ അനീഷിന്റെയും ഒക്കെ കുറ്റങ്ങൾ ഇവരുന്ന് പറയും. ഇതാണ് ലൈവില് കണ്ടുവരുന്ന ഒരു പ്രവണത. അതുകൊണ്ടൊക്കെ തന്നെ ഇവരെ നമ്പാനായിട്ട് പറ്റത്തില്ല. ഈ രണ്ട് ടീംസിനെയും, ആര്യനും ജിസേലും തമ്മിൽ റോങ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് ഇവര് പറയുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ സീസണൊക്കെ കണ്ടവർക്ക് ഈ സീസണിൽ ആര്യൻ ജിസേൽ തമ്മിലുള്ള ആ ഒരു സൗഹൃദം ഒന്നും ഒരു വലിയ സംഭവമായിട്ട് തോന്നാനേ സാധ്യതയില്ല. കഴിഞ്ഞ സീസണിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കണ്ടത്. ശരിക്കും അപരാധങ്ങൾ എന്ന് എഴുതി തരാൻ പറ്റുന്ന പോലത്തെ സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ട്. ആ ലെവല് സാധനങ്ങൾ കണ്ടിട്ടിരിക്കുന്നവരാണ് നമ്മൾ. ജാസ്മിൻ ജാഫറും ഗബ്രിയും അത്രയേറെ വിവാദമായിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു. അതേപോലെ വല്ലതും ഉണ്ടോ ഈ ആര്യനും ജിസയിലും? അവരുടെ അമ്മമാർ അവരുടെ അടുത്ത് പലതും പറയും. കാരണം മക്കളെ കുറിച്ച് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാവുക. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ബന്ധുക്കൾ പറയുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മോശം കമന്റ് ഇടുന്നതോ അതൊക്കെയാണ് ഇവരെടുത്ത് വന്നിരുന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കത് വിഷമം തോന്നുമ്പോൾ അവരത് പറയുന്നതാണ്. അത് അവരുടെ വികാരമാണ്. നമ്മൾ അതിനെയാണ് മാനിക്കേണ്ടത്. അത് നമ്മൾ വളരെ മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ ഇത് നോക്കി കാണണം. ഇതിലിപ്പോ അനുമോള് പറഞ്ഞതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കാരണം ഒന്നിയിൽ തന്നെ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അനുമോള് പറഞ്ഞൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വേറെ തന്നെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോ രണ്ടമ്മമാരും ഹൗസിനകത്തേക്ക് കയറി അവരുടെ ഒരു ഉത്കണ്ഠ പറഞ്ഞു. രണ്ടുപേരുടെയും അമ്മമാർക്ക് അവരവരുടെ മക്കളുടെ ടോപ്പ് 5 വരുന്ന കാണാനായിട്ടാണ് ആഗ്രഹം. എന്നാലും ജിസയിലും ആര്യനും ബെഡ് മാറി കിടക്കാനും അതേപോലെ തന്നെ ഇത്തിരി ഒന്ന് ഡിറ്റാച്ച്ഡ് ആവാനും തീരുമാനിച്ചുവെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം അത് ആര്യന്റെയും ജിസയിലിന്റെയും രണ്ടുപേരുടെയും ഗെയിമിന് വളരെയധികം ഉപകാരമാവും. പിന്നെ ഇപ്പൊ ജിസയിൽ സാബുമാനോട് കമ്പനി കൂടി നടക്കുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. ഇതൊക്കെ മാറ്റങ്ങളാണ്. മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. ഫാമിലി വീക്ക് ഈ ആഴ്ച തന്നെ നടത്താനും ഒരു കാരണം ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോ.